സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാനുള്ള മാർഗരേഖ അംഗീകരിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവായി. മണൽ വാരാനുള്ള ജില്ലാതല സർവേ റിപ്പോർട്ട് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ കൌൺസിലാണ് തയ്യാറാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന്റെ വിജ്ഞാപനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, സുപ്രീം കോടതി, വിദ്യാഭ്യാസ ഹരിത ട്രിബ്യൂണൽ വിധിന്യായങ്ങൾ എന്നിവ ആധാരമാക്കി സമർപ്പിച്ച മാർഗരേഖയ്ക്കാണ് അംഗീകാരം നൽകിയത്. 2016 നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പാരിസ്ഥിതിക അനുമതിയുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് നദികളിലെ മണൽ ഖനനം നിർത്തിവച്ചത്. സംസ്ഥാനത്ത് 8 ജില്ലകളിലെ നദികളിൽ നിന്ന് 1.25 കോടിയോളം മെട്രിക് ടൺ മണൽ ഖനനം ചെയ്യാമെന്ന് ഡാൻസ്റ്റ് ആൻഡിറ്റിംഗിൽ കണ്ടെത്തിയത്. സർക്കാരിന് 1500 കോടി രൂപയിലേറെ ഇതിലൂടെ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. നദികളുടെ സംരക്ഷണത്തിനോടൊപ്പം സംസ്ഥാനത്ത് മണൽ ക്ഷാമത്തിനും ഇപ്പോഴത്തെ നടപടി പരിഹാരമാകും. മണൽ വാരൽ പുനരാരംഭിക്കുമെന്ന് 2024-25 ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2020 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ സുസ്ഥിര മണൽ വാരൽ മാർഗനിർദ്ദേശങ്ങൾക്കും നിരീക്ഷണ മാർഗങ്ങൾക്കും അടിസ്ഥാനമായാണ് പുതിയ തീരുമാനം. മണൽ ഖനനത്തിന്റെ മാനദണ്ഡങ്ങൾ സർക്കാർ പിന്നാലെ പുറത്തിറക്കും. കൊല്ലം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർകോട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് മണൽ ഖനന സാധ്യതയുള്ള നദികൾ. ഇതിൽ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കടലുണ്ടി, ചാലിയാർ നദികളിൽ നിന്നുള്ള മണൽ ഖനനങ്ങളിലൂടെ 200 കോടിയാണ് പ്രതീക്ഷിക്കാവുന്ന വരുമാനം. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല സമിതികൾക്കാണ് മണൽ ഖനനത്തിനുള്ള മേൽനോട്ടം. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.